ഈവനിംഗ് നമസ്തേ. നോക്കാം ഇന്നത്തെ പകൽ അരമണിക്കൂറിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ്പ് 7 സ്വാഗതം. കേരളക്കരയിൽ കൊട്ടിക്കേറിയ പ്രചരണത്തിന് അക്ഷരാർത്ഥത്തിൽ കൊട്ടിക്കലാശമായിരിക്കുകയാണ്. 7 ജില്ലകളിലാണ് പ്രചരണം കൊട്ടിക്കലാശത്തോടെ അവസാനിച്ചത്. ആദ്യഘട്ടത്തിൽ പരസ്യ പ്രചാരണം അല്പസമയം മുൻപ്, അതായത് കൃത്യം വൈകിട്ട് 6-ന് അവസാനിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കൊട്ടിക്കലാശം എങ്ങനെയാണ് മുന്നണികൾ നടത്തിയത്? അശ്വതി, നാളെ നിശബ്ദ പ്രചരണമാണ്. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. വോട്ടർമാരുടെ പൾസും മനസ്സും ഒക്കെ അറിയാൻ ഇനി കാത്തിരിപ്പുകളുടെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി സമാപിച്ചത്. പരസ്യ പ്രചാരണങ്ങൾ അവസാനിച്ചതോടുകൂടി വീടുകൾ കയറിയിറങ്ങിയും കീ വോട്ടർമാരെ കാണാനും ഒക്കെയുള്ള നിശബ്ദ പ്രചാരണത്തിലേക്ക് സംസ്ഥാനത്തെ 7 ജില്ലകൾ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, വിവിധ വിഷയങ്ങൾ, തദ്ദേശ വിഷയങ്ങൾക്കൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളടക്കം ചർച്ചയാകുന്ന ഒരു നിർണായകമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ട്രയൽ റൺ എന്നോണമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ഓരോ മുന്നണികളും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി പ്രകടനം, അവരുടെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക, ഒപ്പം തന്നെ പല മുന്നണികളുടെയും വോട്ട് അട്ടിമറിച്ച് വിജയം കൈവരിക്കുക എന്നുള്ള പ്രത്യാശയോടു കൂടിയൊക്കെയാണ് നേതാക്കന്മാരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്യുന്നത്. തലസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തലസ്ഥാനത്തിന്റെ എല്ലാ വാർഡ് തലങ്ങൾ കേന്ദ്രീകരിച്ചുമായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ എത്തി അവരുടെ ശക്തി പ്രകടനം കാഴ്ചവെച്ചു. അവരുടെ പരസ്യ പ്രചരണം, അവരുടെ വാഹനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങളും പാട്ടുകളും ഒക്കെ ആയി അവരുടെ പരസ്യ പ്രചാരണം കൊഴുപ്പിച്ചു. ഇനിയിപ്പോൾ നിശബ്ദ പ്രചാരണത്തിലേക്കുള്ള മണിക്കൂറുകൾ കടന്നിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ കൊടുങ്ങാനൂരിൽ നിന്നുള്ള ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഒപ്പം തന്നെ ശ്രീലേഖ IPS സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയായിട്ടുള്ള ശാസ്തമംഗലം വാർഡിലടക്കം ത്രികോണ മത്സരത്തെക്കാൾ ഉപരി ഒരു മേൽക്കോയ്മ BJPക്ക് NDA ക്യാമ്പുകൾക്കുണ്ട്. അത് അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാകുമെന്നുള്ളതാണ് ശ്രീലേഖ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക, ഒപ്പം തന്നെ കൂടുതൽ അധികമായി സീറ്റുകൾ സ്വന്തമാക്കുക എന്നുള്ളൊരു വലിയ അജണ്ടയാണ് NDAക്ക് മുൻപിലുള്ളത്. തിരുവനന്തപുരം പിടിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഓരോ മുന്നണികൾക്കുമുള്ളത്. അങ്ങനെ തലസ്ഥാനം പിടിക്കുക എന്നുള്ളൊരു പ്രചരണത്തിന്റെയും ആവേശത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഓരോ മുന്നണികളും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുകയും ചെയ്യുന്നത്. വാർഡ് വിഭജനമൊക്കെ കഴിഞ്ഞ് പല വാർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. 101 വാർഡുകളിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 101 വാർഡുകളിൽ ഭൂരിപക്ഷം സ്വന്തമാക്കി നഗരസഭ പിടിക്കാൻ, നഗരസഭയുടെ ഭരണം ഇത്തവണ താമരക്കുമ്പിളിലാകാനുള്ള എല്ലാ പ്രതീക്ഷകളുമാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നഗരസഭയ്ക്ക് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, ഒപ്പം തന്നെ ഭരണസ്തംഭനം, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ള കെടുകാര്യസ്ഥത, മേയർ അടക്കമുള്ളവരുടെ അസാന്നിധ്യം, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലടക്കം മേയറെ കാണാനില്ല എന്നുള്ളൊരു വിമർശനം ഇന്ന് രാവിലെ കൂടി ശാസ്തമംഗലത്തെ NDA സ്ഥാനാർത്ഥി ശ്രീലേഖ അടക്കമുള്ളവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഭരണമുരടിപ്പ് നിൽക്കുന്ന ഒരു നഗരസഭയെ വീണ്ടും വികസനത്തിന്റെ കുതിപ്പിലേക്ക് എത്തിക്കാനാണ് NDA ക്യാമ്പുകൾ അവിടെ പ്രചരണം നടത്തുന്നത്. നില മെച്ചപ്പെടുത്താനുള്ള ഒരു പോരാട്ടമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. കഴിഞ്ഞ തവണ 10 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ കോൺഗ്രസിന്റെ ഏറ്റവും അധംപതനം, ആ അധംപതനത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു ശ്രമമാണ് K ശബരിനാഥിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തിരുവനന്തപുരം നഗരസഭയിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടാകുമോ, അതോ വീണ്ടും കോൺഗ്രസിന്റെ നില പരിതാപകരമാകുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനി വിധി എഴുതാൻ കുറച്ച് മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. നാളെ ഇനിയിപ്പോൾ നിശബ്ദ പ്രചരണത്തോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളൊക്കെ വിതരണം ചെയ്യും. തിരുവനന്തപുരം ജില്ലയുടെ വിവിധ മേഖലകളിലുള്ള പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ കൈമാറിയാൽ തന്നെ ഏകദേശം വൈകിട്ട് 4-4:30 പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ ഉദ്യോഗസ്ഥരെ എത്തി മറ്റ് ക്രമീകരണങ്ങൾ നടത്തും. അതിനുശേഷം 9-ാം തീയതി രാവിലെ 7 മണി മുതൽ
തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിധിയെഴുത്ത് ആരംഭിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് നമുക്ക് വിവരങ്ങൾ കൈമാറാനും സാധിക്കും. എന്തായാലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ആദ്യഘട്ട പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. ഇത് നിശബ്ദ പ്രചരണമാണ്. 9-ാം തീയതിയാണ് ഈ 7 ജില്ലകളിൽ ആര് ഭരിക്കും, ആര് വീഴും, ആരായിരിക്കും ഇനി തുടർ ഭരണം നടത്തുക എന്നൊക്കെയുള്ളൊരു നിർണായകമായിട്ടുള്ള വിലയിരുത്തൽ ജനം നടത്തുക, വിധി എഴുതുക. അശ്വതി. തീർച്ചയായും ശാലിനിയാണ് വളരെ വ്യക്തമായി വിവരങ്ങൾ അവതരിപ്പിച്ചത്. ഇനി കുടുംബശ്രീ ഭാരവാഹികൾക്ക് പണം നൽകി വോട്ട് പിടിക്കുവാൻ CPM നീക്കം. എല്ലാ ADS അംഗങ്ങൾക്കും 1000 രൂപ വെച്ച് നൽകുമെന്നും സർക്കാരിനെ സഹായിക്കണമെന്നുമാണ് പ്രചാരണം. തിരുവനന്തപുരം കാട്ടാക്കട പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ അനസൂയയുടെ ശബ്ദ സന്ദേശം പുറത്ത്. തിരുവനന്തപുരം കാട്ടാക്കട പഞ്ചായത്തിലെ CDS വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം വന്നത്. പഞ്ചായത്തിലെ എല്ലാ ADS അംഗങ്ങൾക്കും ADS യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് 1000 രൂപ വെച്ച് തരാൻ സർക്കാർ തീരുമാനിച്ചെന്നാണ് സന്ദേശം. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വാഗ്ദാനമനുസരിച്ച് എല്ലാ ADSമാർക്കും ഇന്ന് തന്നെ പണം ലഭിക്കുമെന്നും കാട്ടാക്കട പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ അനസൂയയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഇതിനുള്ള നിർദ്ദേശം കുടുംബശ്രീ മിഷനിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് അനസൂയ പറയുന്നത്. 2 തവണത്തേക്കായി 2000 രൂപ ഇന്ന് തന്നെ അക്കൗണ്ടിലെത്തും. ADS അംഗങ്ങൾക്ക് കമ്മിറ്റി കൂടുന്നതിന് വേണ്ടി ഓരോ ADSലും 1000 രൂപ വീതം കൊടുക്കണം എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചു. ഓരോ ADSനും 1000 രൂപ വീതം കമ്മിറ്റി കൂടുമ്പോൾ അവരുടെ ചെലവിന് വേണ്ടി കൊടുക്കണം എന്ന് നമ്മുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ആ പൈസ ഇതാ എല്ലാവരെയും അക്കൗണ്ടില് ഇന്ന് പൈസ ഇടാൻ ജില്ലാ മിഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രതിഫലമായി ADS അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ചെയ്യേണ്ടത് ഒന്ന് മാത്രം: ഇടതുപക്ഷ സർക്കാരിനെ സഹായിക്കണം. 1000, 2000 രൂപ വീതം ADSകളിൽ ഇടണം എന്ന് ജില്ലാ മിഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇടതുപക്ഷ സർക്കാരെ സഹായിക്കണം കേട്ടോ. എല്ലാ ADS അംഗങ്ങളും, എല്ലാ അയൽക്കൂട്ട അംഗങ്ങളും. ചുറ്റിവളയാതെ പറഞ്ഞാൽ പണം നൽകി വോട്ട് വാങ്ങുകയാണ് CPM. നേരത്തെ തന്നെ കുടുംബശ്രീ അംഗങ്ങളെ പാർട്ടി പരിപാടികൾക്കും മറ്റും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കാറുണ്ട്. ഇതിന് സമാനമായാണ് തെരഞ്ഞെടുപ്പ് കാലത്തും CDS, ADS, കുടുംബശ്രീ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ മുടങ്ങാതിരിക്കാൻ LDFന് വോട്ട് ചെയ്യണമെന്ന് കോൾ സെന്റർ ഏജന്റ്. പെൻഷൻ കിട്ടിയില്ല എങ്കിലും LDFന് വോട്ട് ചെയ്യില്ല എന്നായിരുന്നു വോട്ടറുടെ മറുപടി. ശബരിമലയിലെ കട്ടിള വരെ ഊരിക്കൊണ്ട് പോയില്ലേ എന്നും ചോദ്യം. LDF കോൾ സെന്റർ ഏജന്റും വോട്ടറും തമ്മിലുള്ള ഫോൺ സംഭാഷണം വൈറലാകുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഫോൺ സംഭാഷണം. ഹലോ, ഇത് വിലാസിനിയുടെ നമ്പറാണോ? അതെ, പറഞ്ഞാൽ മതി. ഇത് അതാരാണ്? വൈഫിന്റെ അമ്മയാണ്. വൈഫിന്റെ അമ്മയാണ്. ഓക്കെ. അമ്മയ്ക്ക് ഇത് തിരുവനന്തപുരം നഗരസഭ ജനഹൃദയം LDF കോൾ സെന്റർ എന്ന് വിളിക്കുകയാണേ. അമ്മയ്ക്ക് കഴിഞ്ഞ മാസം വരെ പെൻഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ? പെൻഷൻ കിട്ടിയാന്ന് അറിയില്ല, ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് വിളിക്കാണെങ്കിൽ. ഓക്കെ. ക്ഷേമ പെൻഷനാണോ വിധവ പെൻഷനാണോ? വിധവ പെൻഷനാണെന്ന് തോന്നണം. ഓക്കെ. അപ്പൊ 1700. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നതാണോ? വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വയ്യാതായിരിക്കും. കുറച്ച് നാളോട് വയ്യാതെ വെളിയിലൊന്നും പോക്കൊന്നുമില്ല. ഓക്കെ. ഓക്കെ. ഡിസംബർ 9 നമുക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ അമ്മേനെ വോട്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ സർക്കാരിനെ ഒന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുക, അഭ്യർത്ഥനയും കൂടെ ചെയ്യുക. സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഏതാണോ നമുക്ക് വോട്ട് ചെയ്താൽ നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് വരുന്ന ദിവസങ്ങളിലും LDFന് വോട്ട് ചെയ്യാനാ. പെൻഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യൂല. അത് ശബരിമല കട്ടള വരെ ഊരിക്കൊണ്ട് പോയാലേ വെച്ചിട്ട് പോയി നിങ്ങൾ ജോലി നോക്കി. ഓക്കെ. ഓക്കെ. പത്തനംതിട്ട മൈലപ്രയിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം. CPM പ്രവർത്തകർ NDA UDF പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് ലാത്തി വീശിയാണ് ഈ അക്രമികളെ നിയന്ത്രിച്ചത്. ജംഗ്ഷനിൽ കൊട്ടിക്കലാശം ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ NDA UDF പ്രവർത്തകർ മാത്രമാണ് കൂടുതലായി ഉണ്ടായിരുന്നത്. വിരലിലെണ്ണാവുന്ന LDF പ്രവർത്തകർ മാത്രമാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ CPM പ്രവർത്തകരെ വിളിച്ചു വരുത്തി. ബൈക്കുകളിലെത്തിയ CPM പ്രവർത്തകർ ആദ്യം UDF പ്രവർത്തകർക്ക് നേരെയും പിന്നീട് NDA പ്രവർത്തകർക്ക് നേരെയും സംഘർഷം അഴിച്ചുവിട്ടു.
പോലീസ് ഇടപെട്ട് ലാത്തി വീശിയാണ് അക്രമികളെ നിയന്ത്രിച്ചത്. പിന്നീട് റോഡ് തടഞ്ഞ് LDF പ്രവർത്തകർ കൊട്ടിക്കലാശം നടത്തിയെങ്കിലും പോലീസ് നിയന്ത്രിക്കാൻ ചെന്നില്ല. ജനം, പത്തനംതിട്ട. ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിൽ പരസ്പരം പഴിചാരി CPM-ഉം കോൺഗ്രസും. ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി പക്ഷേ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ചു. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കേണ്ട എന്നും പലയിടത്തും പല മുഖങ്ങളുള്ള ആഗോള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും അദ്ദേഹം തുറന്നടിച്ചു. മതത്തിൽ ഊന്ന് നിരീക്ഷണം നടത്തുന്ന സംഘടനയാണ്, അവരെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരാണ് മീഡിയ 1 ചാനലെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് തുറന്നടിച്ചു. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹുകളും വലിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ മീഡിയ 1 നല്ല രീതിയിൽ അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരന്നല്ലേ ഓരോന്ന്. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ്. ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും. ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത്. CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ മത്സരമാണല്ലോ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് വോട്ടിന് തന്നെയെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കൂട്ടൂർ. ചോദിച്ചത് വോട്ടാണ്, അത് തങ്ങൾ നൽകുകയും ചെയ്തു. 2011 ഏപ്രിൽ 3 ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു പിണറായിയുമായി ചർച്ചയെന്നും ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് സംസ്ഥാന സെക്രട്ടറിയാണ് ഇക്കാര്യം തന്നെ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിലെ SIT അന്വേഷണം പുതിയ തലത്തിലേക്ക്. 500 കോടിയുടെ ഇടപാട് നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുപ്പ് ബുധനാഴ്ച. രാജ്യാന്തര കള്ളക്കടത്ത് സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ചെന്നിത്തല കത്ത് നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ രാജ്യാന്തര പുരാവസ്തുക്കൊള്ള സംഘത്തിന്റെ ഇടപെടലുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയിരുന്നു. പുരാവസ്തുക്കൾ രാജ്യാന്തര കരിഞ്ചന്തയിൽ വിൽക്കുന്ന 500 കോടിയുടെ ഇടപാട് നടന്നതായി അറിയാമെന്നാണ് വെളിപ്പെടുത്തൽ. കേരളത്തിലെ ചില വ്യവസായികൾക്ക് സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ടെന്നുള്ള ആരോപണവും ചെന്നിത്തലയുടെ കത്തിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബുധനാഴ്ച രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. തട്ടിപ്പിന്റെ വിവരങ്ങൾ അറിയിച്ച വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം ചെന്നിത്തല കൈമാറുമെന്നാണ് വിവരം. അന്വേഷണം നടക്കുമെങ്കിൽ ഈ വ്യവസായിയെ സഹകരിപ്പിക്കാമെന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. ലഭ്യമായ വിവരങ്ങൾ പരിശോധിച്ചുറപ്പിച്ചതാണെന്നും അന്വേഷണ സംഘത്തോടും കോടതിയിലും മൊഴി നൽകാൻ തയ്യാറാണെന്നും ചെന്നിത്തല പറയുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാതിരിക്കാൻ അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നതായും രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ നാളെ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. പത്മകുമാർ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ED സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ചയാണ് വിജിലൻസ് കോടതി പരിഗണിക്കുക. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് കൈമാറുന്നത് ബോർഡിലെ എല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണെന്നും താൻ മാത്രം കുറ്റക്കാരനാവില്ലെന്നതുമാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മിനുട്സിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ്. തനിക്ക് പ്രായമായെന്നും പരിഗണന വേണമെന്നതുമാണ് പത്മകുമാറിന്റെ ആവശ്യം. എന്നാൽ ഇരു കേസുകളിലും പ്രതിയായതോടെ പത്മകുമാറിന് കുരുക്കുമുറുകി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും. കേസിൽ പ്രതികളായ മുരാരി ബാബു, KS ബൈജു, N വാസു എന്നിവരുടെ ജാമ്യഹർജികൾ വിജിലൻസ് കോടതി നേരത്തെ തള്ളിയിരുന്നു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിനെയും നാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം കേസിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നതാണ് EDയുടെ കണ്ടെത്തൽ. ഹൈക്കോടതി അനുമതിയോടെ ED കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ ബുധനാഴ്ചയാണ് പരിഗണിക്കുക. കേസിലെ FIR, മൊഴിപ്പകർപ്പ്, റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടാണ് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ശബരിമലയിൽ ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്.
രേഖകൾ കൈമാറുന്നത് സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. ബുധനാഴ്ച എതിർവാദം കൂടെ കേട്ട ശേഷം രേഖകൾ കൈമാറുന്നതിൽ കോടതി തീരുമാനമെടുക്കും. ജനം, കൊല്ലം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ അയ്യപ്പ ഭക്തർ മാത്രമല്ല കേരളീയർ മൊത്തം അമ്പരന്ന് നിൽക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ജയിലിലാണ്. പാർട്ടിയും സർക്കാരും അവരെ സംരക്ഷിക്കുകയാണ്. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുകയാണ്. കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് വൈകിപ്പിക്കാനും സമ്മർദ്ദം ചെലുത്തുകയാണ്. അതേസമയം ജനം TV പുറത്തുവിട്ട തിരുനെല്ലി അമ്പലത്തിന് പണം തിരികെ നൽകാത്ത സംഭവത്തിലും VD സതീശൻ പ്രതികരിച്ചു. നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കണമെന്നും സഹകരണ മേഖലകളിലുള്ള വിശ്വാസം തകർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതൃത്വത്തിലുള്ള ബാങ്കുകളിലാണ് ഈ ക്ഷേത്രത്തിന്റെ പണമുള്ളത്. അതിന്റെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യണത് ആരാണെങ്കിലും, വ്യക്തിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ. അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ ആളുകൾ ഹൈക്കോടതി പോയത്. ഹൈക്കോടതി അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനെതിരായി വീണ്ടും സുപ്രീം കോടതി പോയപ്പോഴാണ് സുപ്രീം കോടതി ശക്തമായ താക്കീത് പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് ക്ലെയിമാണുള്ളത്? ആര് പണം നിക്ഷേപിച്ചാലും ഏത് ബാങ്കിൽ നിക്ഷേപിച്ചാലും അതിന് കാലാവധി പൂർത്തിയാക്കി കഴിയുമ്പോൾ പണം ചോദിച്ചാൽ കൊടുക്കണ്ടേ, തിരിച്ചു കൊടുക്കണ്ടേ. പണം കൊടുത്തേ പറ്റുള്ളൂ. ഇത് ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണ്. നമ്മൾ സ്ഥലം വിറ്റിയ കാശ് മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വെച്ചു. മോളുടെ കല്യാണം ആകുമ്പോൾ നമ്മളെന്ന് ചോദിക്കുക, കാലാവധി ആകുമ്പോൾ തരില്ല എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സ്വർണ്ണക്കൊള്ളയോടൊപ്പം നിയമനക്കൊള്ളയും. സർവീസിൽ നിന്ന് വിരമിച്ച CPM നേതാക്കൾക്ക് അനധികൃത നിയമനം നൽകാനുള്ള കേന്ദ്രമായി ദേവസ്വം അച്ചടിശാല മാറിയിരിക്കുന്നു. ചട്ടം മറികടന്ന് പ്രസ് ജോലികളിൽ നിയമനം നേടിയവരുടെ യോഗ്യത സംബന്ധിച്ചും ദേവസ്വം ബോർഡ് മൗനം തുടരുകയാണ്. വിരമിച്ചവർക്ക് പുനർനിയമനം നൽകുന്നതിനെ നേരത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. ജനം ബ്രേക്കിംഗ്. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് പെൻഷൻ പറ്റിയ CPM നേതാക്കൾക്ക് ദേവസ്വം ബോർഡിന്റെ പ്രസിൽ പുനർനിയമനം നൽകിയത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയും CATU സംസ്ഥാന നേതാവുമായ V ചന്ദ്രശേഖരനാണ് ഇതിൽ പ്രധാനി. 2024 മെയ് മാസത്തിലാണ് കേരള ഗവൺമെന്റ് പ്രസിൽ നിന്നും വിരമിച്ച ചന്ദ്രശേഖരന് ദേവസ്വം പ്രസിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നത്. സർക്കാരിന്റെ അച്ചടി വകുപ്പിൽ നിന്നും വിരമിച്ച ചന്ദ്രശേഖരന് 42 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടെന്നും വിവിധ ചുമതലകൾ വഹിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ദേവസ്വം സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടർ ശുപാർശ ചെയ്തിരുന്നു. ദേവസ്വം സ്പെഷ്യൽ റൂൾ അനുസരിച്ചുള്ള യോഗ്യത ചന്ദ്രശേഖരനുണ്ടോ എന്ന വിവരാവകാശ അപേക്ഷയ്ക്ക് ദേവസ്വം ബോർഡ് ചർച്ച നടത്തി തീരുമാനമെടുത്തു എന്ന വിചിത്ര മറുപടിയാണ് ലഭിച്ചത്.